അപ്പോൾ വണ്ടി പ്രേമികൾക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഹൈക്രോസ് കണ്ട് മടുത്തവർക്ക് ഇതാ ഇന്നോവ ക്രിസ്റ്റ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്രിസ്റ്റയ്ക്കകത്ത് ചെയ്തിരിക്കുന്ന വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു 360 അതേപോലെ തന്നെ ട്രൈ കളർ ഫോഗ് ലാമ്പാണ്. പിന്നെ നമ്മൾ ടെയിലേറ്റും കാര്യങ്ങളൊക്കെയാണ് ആഡ് ചെയ്തിരുന്നത്. പിന്നെ നമ്മൾ ആ ഒരു GR സ്പോർട്ടിൻ്റെ സ്റ്റിയറിംഗ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്നത് വെച്ചാൽ ട്രൈ കളർ 3 ഇഞ്ച് ഫോഗ് ലാമ്പാണ് ഇതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ട്രൈ കളർ ഞാൻ എപ്പോഴും എൻ്റെ വീഡിയോസിനകത്ത് പറയുന്നൊരു കാര്യമാണ്, ട്രൈ കളർ ഫോഗ് ലാമ്പിൻ്റെ യൂസേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വൈറ്റ് നമുക്ക് ഹൈവേ യൂസും അതേപോലെ തന്നെ വാം നമുക്ക് റെയിൻ ടൈമിനും അതേപോലെ തന്നെ യെല്ലോ നമുക്ക് ഫോഗ് ടൈമിന് യൂസ് ചെയ്യാനുള്ളതാണ്. ഇപ്പം നിരവധി റോഡുകളിൽ നമ്മൾ നിരവധി ടൈം കാണുന്നത് വെച്ചാൽ എല്ലാവരും ഈ ഒരു യെല്ലോ ഫോഗ് ലാമ്പ് ഇട്ടാണ് പോകുന്നത്. യെല്ലോ ഫോഗ് ലാമ്പിന് ഭയങ്കര ബ്രൈറ്റ്നസ് ആണ്, പോരാത്തിന് എതിരെ വരുന്നവർക്ക് ഭയങ്കരമായിട്ട് ഇത് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് കൂടുതൽ ആൾക്കാരും വൈറ്റ് തന്നെ ഇട്ട് ഒട്ടിക്കാൻ ശ്രമിക്കുക. അതുമാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഫോഗ് ടൈമിലാണ് നമുക്ക് ഈ യെല്ലോ, അതായത് യെല്ലോ ഫോഗ് ലാമ്പ് നമുക്ക് യൂസ് ചെയ്യാനുള്ളത്. അതൊരിക്കലും മിസ്യൂസ് ചെയ്ത് ഒരുപാട് പേർക്ക് പെനാൽറ്റികൾ കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ഞാൻ എടുത്തു പറഞ്ഞത്. അപ്പോൾ നമ്മൾ ട്രൈ കളർ ഫോഗ് ലാമ്പ് ആഡ് ചെയ്തു. അതേപോലെ തന്നെ നമ്മൾ 360 ഫ്രണ്ട് ക്യാമറ ഈ സൈഡിലായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് സെൻറ്റർ പോർഷനിൽ കറക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ ഇവിടെ ആഡ് ചെയ്തിട്ട് അതിനെ കാലിബ്രേഷൻ ചെയ്തിട്ടുണ്ട്. പോരാത്തന്നെ ഈ ഒരു വണ്ടി ടൈപ്പ് 3 കൺവേർട്ട് ചെയ്ത വെഹിക്കിളാണ് കേട്ടോ. പിന്നെ നമ്മൾ സൈഡിലേക്ക് വരാൻ നേരത്ത് ഇവിടെ നമ്മളെ ഈ മിററിൽ ഇവിടെ ക്യാമറ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ തവണ ഒരു ഫോർച്യൂണറിനകത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വെളിയിൽ നിന്ന് ചെയ്തിട്ട് ഷോറൂമാരൊക്കെ ചെയ്യുന്ന ഒരു ടൈപ്പാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. നമ്മളൊരിക്കലും ഇവിടെ ആഡ് ചെയ്യത്തില്ല. ഇവിടെയാണ് നമ്മൾ ക്യാമറ ആഡ് ചെയ്യുന്നത്. അതാകുമ്പോൾ നമുക്ക് ഈ ഒരു കറക്റ്റ് നമുക്ക് അലൈൻമെൻറ്റ് കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് കിട്ടും. അങ്ങോട്ട് ചെയ്യാൻ നേരത്ത് നമുക്ക് കറക്റ്റ് ആ ഒരു കാലിബ്രേഷനൊക്കെ ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ. പിന്നെ അപ്പം ബാക്കിലേക്ക് വേണ്ടി നമ്മൾ ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ Q8 ടൈലൈറ്റ് ആണ്, അത് സ്മോക്കാണ്. നമുക്ക് റെഡും അവൈലബിൾ ആണ്. പോരാതെ നമുക്ക് 5 പീസിലും അവൈലബിൾ ആണ്, 4 പീസിലും നമുക്ക് ഈ ഒരു ടൈലൈറ്റ് അവൈലബിൾ ആണ്. പോരാതെ നമ്മൾ റിഫ്ലക്ടർ LED കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. പോരാതെ മെട്രിക്സ് ഇൻഡിക്കേറ്റർ Q8 മാത്രമാണ് സെൻട്രൽ പോർഷനിൽ നമുക്ക് ഇന്നോവ എന്നുള്ള ലെറ്ററോട് കൂടി ലൈറ്റ് വരുന്നത്. നമ്മൾ ഇതിനകത്ത് ഇനി മിസ് ചെയ്തിരിക്കുന്ന പ്രൈസ് എന്ന് വെച്ചാൽ നമ്മളെ ഈ ടൊയോട്ടയുടെ ലെറ്ററാണ്. നമുക്ക് ഈ വെഹിക്കിളിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല. ഇപ്പോൾ നമ്മൾ കാലിബ്രേഷന് വേണ്ടി മാത്രമായിട്ട് വന്നതാണ്. അതിൻ്റെ കൂട്ടത്തിലാണ് നമ്മൾ ഈ ഒരു ഫുൾ വീഡിയോ എടുക്കുന്നത്. ഇനി നമുക്ക് ഇവിടെ ലോഗോ ആഡ് ചെയ്യാനായിട്ടുണ്ട്. പിന്നെ നമുക്ക് വണ്ടി ഫുൾ പോളിഷ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഉള്ളിൽ നമ്മൾ ചെയ്തിരിക്കുന്നത് വെച്ചാൽ നമ്മളെ 360ക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്നും ചെയ്യാറുള്ള നെക്സസ് ബ്രാൻഡിൻ്റെ 10 ഇഞ്ച് ആൻഡ്രോയിഡാണ് നമ്മൾ ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. പോരാതെ 1080p നമ്മളൊരു ക്യാമും 2K റെസൊല്യൂഷൻ വരുന്ന ഡിസ്പ്ലേ ആണ്. പിന്നെ നമ്മൾ ചെയ്യുക GR സ്പോർട്ട് സ്റ്റിയറിംഗും ആണ് കേട്ടോ. നമുക്ക് ജസ്റ്റ് ഉള്ളിലത്തെ വിശേഷം കൂടെ ഒന്ന് കാണാം. അപ്പോൾ നമ്മളെ സ്റ്റീരിയോയുടെ ഇൻ്റർഫേസ് ഇതാ ഇങ്ങനെയാണ് കേട്ടോ. പോരാതെ നമ്മളെ ഓഡോമീറ്റർ കണക്ക് തന്നെ നമ്മളെ മീറ്റർ കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കുന്നത്, സ്പീഡ് ലിമിറ്റൊക്കെ ഇവിടെ കാണിക്കും കേട്ടോ ഈ ഒരു സ്റ്റീരിയോയ്ക്കകത്ത്. പിന്നെ നമ്മളെ 360യുടെ ക്വാളിറ്റിയാണ്. നമ്മളെ വീഡിയോസ് ആണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാം. നമ്മൾ ചെയ്യുന്ന നെക്സസ് എന്ന് പറഞ്ഞ ബ്രാൻഡാണ്. പിന്നെ നമ്മൾ യൂമി എന്ന് പറഞ്ഞ ബ്രാൻഡ് ചെയ്യുന്നുണ്ട്, ഓൺ കോഡ് ബ്രാൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു ഇന്നോവ ക്രിസ്റ്റ തന്നെ ആ സിൽവർ വണ്ടി തന്നെ നമ്മളിവിടെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇന്നോവ ക്രിസ്റ്റ ഇൻഡിക്കേറ്റർ ഇടാൻ നേരത്ത് നമുക്ക് ആ ഇൻഡിക്കേറ്ററിൻ്റെ ആ ഒരു ടേൺ ഇൻഡിക്കേറ്ററിൻ്റെ ലൈറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വെഹിക്കിളിനകത്ത് വരും കേട്ടോ. അതെല്ലാം വന്നിട്ടുണ്ട്. അസിസ്റ്റ് ലൈൻ കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. പോരാത്തതിന് നമുക്ക് ഇഷ്ടമുള്ള വെഹിക്കിൾസിന് നമുക്ക് ഇതിനകത്തോട്ട് പ്രോഗ്രാം ചെയ്ത് കൊണ്ടുവരാനും സാധിക്കും. പിന്നെ നമ്മൾ ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഒരു GR സ്പോർട്ട് സ്റ്റിയറിംഗ് ആണ്. ഇതാണ് കേട്ടോ നമ്മളെ സ്റ്റിയറിംഗ്. ക്രൂയിസ് കൺട്രോളോട് വരുന്ന ഒരു മോഡലാണ് നമ്മൾ ഈ ഒരു ക്രിസ്റ്റ. അപ്പോൾ അതിനകത്ത് ക്രൂയിസ് കൺട്രോൾ കാര്യങ്ങളെല്ലാം നമ്മൾ ഇതിനകത്ത് ആ ഒരു സ്റ്റിയറിങ്ങിനകത്ത് വർക്കാവും എന്നൊക്കെ എല്ലാവരുടെ ഡൗട്ടുണ്ട്. ക്രൂയിസ് കൺട്രോൾ എല്ലാം വർക്കാവും. അതേപോലെ തന്നെ സേഫ്റ്റി ഇഷ്യൂസ് ഉണ്ടാകുന്നൊക്കെ ഒരുപാട് പേരുടെ ഡൗട്ടാണ്. അപ്പോൾ നമ്മൾ സ്റ്റിയറിംഗ് ആഡ് ചെയ്യാൻ നേരത്ത് നമ്മളെ ആ ഒരു ഒറിജിനൽ എയർ ബാഗിൻ്റെ കൺട്രോൾ യൂണിറ്റിൻ്റെ നമ്മൾ ഈ ഒരു എയർ ബാഗിലോട്ട് കൺവേർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഡയറക്റ്റ് തന്നെ ഫിറ്റ്മെൻറ്റ് ചെയ്യാൻ സാധിക്കും. യാതൊരു ഓൾട്രേഷനോ കാര്യങ്ങളോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ. നമുക്ക് ഡയറക്റ്റ് കപ്ലർ ടു കപ്ലർ തന്നെ ഈ ഒരു പ്രോഡക്റ്റിനെ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ആ സ്റ്റിയറിങ്ങിൻ്റെ ആ ഒരു ലുക്ക് കണ്ടോ. അപ്പോൾ നമ്മളെ സ്റ്റിയറിംഗ് ഫുൾ കാർബൺ ഫൈബറിൽ അവിടെ നമുക്ക് സെൻട്രലായിട്ട് റെഡ് ലൈൻ വന്നിട്ടുണ്ട്. നമുക്ക് കോപ്പി കാർബണും ഒറിജിനൽ കാർബണും നമുക്ക് അവൈലബിൾ ആണ്. ലോഗോ ലെറ്റർ കാര്യങ്ങളെല്ലാം നമ്മൾ ഒരു ഗ്ലോസി ഫിനിഷിലാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ വെഹിക്കിളിനകത്ത് ഉണ്ടായിരുന്ന വർക്കുകൾ ഇത്രയാണ്. ഇനി നമുക്കിതിനകത്ത് ആഡ് ചെയ്യാനുള്ളത് നമ്മൾ സ്വിച്ച് കാര്യങ്ങളൊക്കെ മാറണം. കാര്യം ഇത് നമ്മൾ നോർമൽ ഹൈക്രോസിന് വരുന്ന ഒരു കിറ്റാണ്. ഇതിന് വേണ്ടിയിട്ടുള്ള സ്വിച്ച് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതൊക്കെ ഞാൻ ഷോർട്ട് വീഡിയോസിനകത്ത് ഉൾപ്പെടുത്തിയേക്കാം. എന്തായാലും ഈ വീഡിയോസിനകത്ത് അത് ഉൾപ്പെടുത്താൻ പറ്റില്ല. നമ്മൾ പറഞ്ഞത് നമ്മൾ കാലിബ്രേഷന് വേണ്ടി വന്നതാണ്. ഇനി കാലിബ്രേഷൻ കഴിഞ്ഞ് നമുക്ക് നേരെ പോളിഷ് അങ്ങനെയുള്ള കുറച്ച് വർക്കുകളും കൂടെ ഉണ്ട് ഈ വെഹിക്കിളിനകത്ത്. അപ്പോൾ നമ്മൾ കാലിബ്രേഷൻ വർക്ക് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഇനി നമ്മൾ ഇതിനകത്ത് ചെയ്തിരിക്കുന്ന വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഇൻറ്റീരിയർ സ്റ്റൈലിംഗ് കിറ്റാണ് കേട്ടോ. അതൊരു വുഡ് ഫിനിഷാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതൊരു ET ടൈപ്പ് സ്റ്റൈലാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് കേട്ടോ. പിന്നെ നമുക്ക് ഇതിനകത്ത് മറ്റേ തേക്കിൻ്റെ ആ ഒരു ടൈപ്പും നമുക്ക് ഈ ഒരു വുഡൻ പാനൽസുകൾ നമുക്ക് ഇതിനകത്ത് കിട്ടുന്നതാണ് അല്ലേ. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിത് ഹൈഡ്രോഗ്രാഫിക്സ് ആക്കിയിട്ട് വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് ഈ ഒരു കിറ്റ് മേടിക്കുന്നതിനേക്കാളും പ്രൈസ് കൂടുതലായിരിക്കും. പക്ഷേ ഹൈഡ്രോഗ്രാഫിക്സ് ചെയ്യാൻ പറ്റുന്നത് നമുക്കൊരു ഒറിജിനൽ പീസിലാണ് നമ്മൾ ഹൈഡ്രോഗ്രാഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു OEM ഫിനിഷ് ആയിട്ടായിരിക്കും കിട്ടുന്നത്. ഇതേപോലെ എക്സ്ട്രാ ഫിറ്റ് ചെയ്തതിൻ്റെ ഫീലിങ്സോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല. പിന്നെ ഈ ഒരു കിറ്റിൻ്റെ ഒരു യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇന്നോവ ക്രിസ്റ്റയിൽ നമുക്ക് എപ്പോഴും ഈ ഒരു AC വെൻറ്റുകൾ മിക്കുള്ള വെഹിക്കിൾസിൽ പൊട്ടിയിരിക്കുന്നത് കാണാം. പക്ഷേ ഈ ഒരു വെഹിക്കിളിനകത്ത് നമ്മൾ ഇതിങ്ങനെ ആഡ് ചെയ്തതിനും അതൊരു റീസണാണ്. കാര്യം ഇങ്ങനെയുള്ള സ്റ്റൈലും കിറ്റുകൾ മേടിച്ച് യൂസ് ചെയ്യുമ്പോൾ ആ ഒരു പൊട്ടലൊന്നും കാണത്തില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്ന വർക്കുകൾ ഇത്രയാണ് ഈ ഒരു വെഹിക്കിളിനകത്ത് ചെയ്തിരിക്കുന്നത്. മെയിനായിട്ട് ചെയ്തിരിക്കുന്ന ആൻഡ്രോയിഡ് സ്റ്റീരിയോ ആൻഡ് നമ്മളെ സ്റ്റിയറിംഗ്, പിന്നെ ട്രൈ കളർ ഫോഗ് ലാമ്പ്, പിന്നെ നമ്മൾ ചെയ്തിരിക്കുന്നത് നമ്മളൊരു Q8 സ്റ്റൈലിലുള്ള ഒരു ടൈലൈറ്റ് ആണ്. അപ്പോൾ ഇത്രയും വർക്കാണ് നമ്മൾ ഈ ഒരു വെഹിക്കിളിന് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും.